അതുകൊണ്ട് നിന്നെ കാണാനും കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ കുറച്ച് നേരത്തെ വരുമായിരുന്നെങ്കിൽ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ പങ്കെടുക്കായിരുന്നു. എങ്ങനെ വരാനാ? എനിക്കിത് മാത്രമല്ലല്ലോ, ഓഫീസിൽ പൂജയുണ്ടായിരുന്നു, പിന്നെ വീട്ടിലെ കാര്യം നോക്കണം. അതും ശരിയാ. ആരതി, നിന്റെ അമ്മായിയമ്മയ്ക്ക് കുങ്കുമം കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുമോളെ. എനിക്ക് ബ്ലൗസ് പീസിന്റെ ഒന്നും ആവശ്യമില്ല. ദൈവം എനിക്ക് വേണ്ടതെല്ലാം അത്രയ്ക്ക് തന്നിട്ടുണ്ട്. ആരതി, ആദ്യം നിന്നേക്കാളും വയസ്സിന് ചെറുതായിരുന്നാലും പറഞ്ഞു വരുമ്പോ അവള് നിന്റെ ഏട്ടത്തി അമ്മയല്ലേ. അപ്പൊ അവളുടെ അനുഗ്രഹവും നിനക്ക് മേടിക്കാം. നല്ല മനസ്സുള്ളവരുടെ ആശീർവാദം കിട്ടിയാൽ നല്ലത് മാത്രമേ നടക്കൂ. എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്തട്ടെ. അടുത്ത വർഷം ഇതേ സമയത്ത് നിന്റെ വയറ്റിൽ നിന്ന് നമ്മുടെ വംശത്തിൽ നിന്നൊരു കുട്ടി ഉണ്ടാവട്ടെ മോളെ. എന്റെ ആഗ്രഹം അത് തന്നെയമ്മേ. എന്നാ ആ ആഗ്രഹം നടക്കണമെങ്കിൽ ഇവള് വീട്ടിലേക്ക് തിരിച്ചു വരണം. പക്ഷെ തൽക്കാലത്തേക്ക് അത് നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് വിട്ടേക്കമ്മേ. ആരതി, ആദ്യം നിന്നേക്കാളും വയസ്സിന് ചെറുതായിരുന്നാലും പറഞ്ഞു വരുമ്പോ അവള് നിന്റെ ഏട്ടത്തി അമ്മയല്ലേ. അപ്പൊ അവളുടെ അനുഗ്രഹവും നിനക്ക് മേടിക്കാം. നല്ല മനസ്സുള്ളവരുടെ ആശീർവാദം കിട്ടിയാൽ നല്ലത് മാത്രമേ നടക്കൂ. എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്തട്ടെ. അടുത്ത വർഷം ഇതേ സമയത്ത് നിന്റെ വയറ്റിൽ നിന്ന് നമ്മുടെ വംശത്തിൽ നിന്നൊരു കുട്ടി ഉണ്ടാവട്ടെ മോളെ. എന്റെ ആഗ്രഹം അത് തന്നെയമ്മേ. എന്നാ ആ ആഗ്രഹം നടക്കണമെങ്കിൽ ഇവള് വീട്ടിലേക്ക് തിരിച്ചു വരണം. പക്ഷെ തൽക്കാലത്തേക്ക് അത് നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് വിട്ടേക്കമ്മേ. ഇവിടെ വന്ന് പ്രസാദം കഴിച്ചിട്ട് പൊക്കോ സുമേഷ എന്ന് പറയാൻ വന്ന ആള് ദാ ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. പാവം, രാവിലെ തൊട്ട് എനിക്ക് വേണ്ടി ഉപവാസം എടുത്ത് ക്ഷീണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാവും ഫോൺ വിളിക്കാൻ വന്ന ആൾ ഉറങ്ങിയത്. നീ ഉറങ്ങി കിടക്കുമ്പോഴും നിനക്കാണ് എന്ത് ഭംഗിയെന്നറിയോ? താങ്ക്സ് ചേച്ചി. ബോസ്, നിങ്ങളുടെ ജാതകത്തിൽ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പ്രണയിക്കുന്ന കൊച്ചിന് ഉമ്മ കൊടുത്തില്ലെങ്കിൽ പിന്നെ എല്ലാം പ്രശ്നമാകുമെന്നാ. ഇവള് ശരിക്കും ഉറങ്ങിയത് തന്നെയാണോ? ഞാൻ പുതപ്പിച്ചു കൊടുത്ത പോലെ ഇവൾ അറിഞ്ഞിട്ടേയില്ല. താങ്ക്സ് ചേച്ചി എന്നാ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഞാൻ ഉമ്മ കൊടുത്ത ഇവൾ അറിയാനേ പോകുന്നില്ല. എന്നാലും ഞാനിപ്പോ കിസ് ചെയ്ത് കഴിഞ്ഞ അവളുടെ റിയാക്ഷൻ ആലോചിക്കുമ്പോഴാ എനിക്ക് പേടി. അതിന് പകരമായിട്ട് നാളെ ഓഫീസിൽ വെച്ച് നിനക്ക് ഞാൻ ഉമ്മ തരട്ടെ എന്ന് ചോദിച്ചാ സിറ്റുവേഷൻ ഇന്റൻസിറ്റി ഇതിനേക്കാളും കൂടുതലായിരിക്കല്ലേ ഉള്ളൂ. അതുമല്ല, ഞാനിവളെ കെട്ടാൻ പോവല്ലേ. അപ്പൊ അവക്കൊരു ഉമ്മ കൊടുത്തു എന്ന് വെച്ചാൽ എന്താ ഇത്ര തെറ്റ്?
Come on, Vedant. This is the best opportunity. പെൺകുട്ടികളുടെ അറിവില്ലാതെ അവളുടെ ദേഹത്ത് തൊടുന്ന തെറ്റാന്നറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ? ആ സുമേഷ് ഓരോന്ന് പറഞ്ഞ് എന്റെ തല തിരിച്ചിരിക്കല്ലേ. ഞാനിതൊക്കെ ചെയ്യുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ദയവായിട്ട് എന്നോട് ക്ഷമിക്കുന്നേ. ഒരു ചെറിയ ഉമ്മയ്ക്ക് എന്തിനാ ഇത്രയും ഫോർമാലിറ്റീസ്? ഒന്നും വരില്ല, നീ കൊടുക്ക. നോ, പെൺകുട്ടികളെ സമ്മതമില്ലാതെ അവരുടെ ദേഹത്ത് തൊടുന്ന തെറ്റാ. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? നിങ്ങളോട് ചോദിച്ചാ എന്താ ചെയ്യുന്നേന്ന്? അമൂല്യ ഒന്നും സംഭവിച്ചില്ല. നിനക്കൊന്നും പറ്റിയിട്ടില്ല അമ്മു. ഞാൻ പിന്നെ വരാവേ. ഞാനതിനൊന്നും വിചാരിച്ചില്ലല്ലോ. പിന്നെ ഇവനെന്താ നീ വിചാരിച്ച പോലെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞേ? ഞാൻ എന്ത് വിചാരിച്ചു എന്നായിരിക്കും ഇവനെ ഓർത്തെ? അല്ല, ഇവനെന്തിനാ എന്റെ അത്ര അടുത്തേക്ക് വന്നത്? മക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അമ്മൂമ്മയാകണം, കൊച്ചുമക്കളെ കളിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹം എനിക്കുമുണ്ട്. പക്ഷേ എന്റെ ആഗ്രഹം നടക്കൂല്ലയോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. സുഹാസിനി, ഓ അമ്മേ, സോറി. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ അമ്മേ? ഞാന് വേണമെന്ന് കരുതി പറഞ്ഞതല്ല. അമ്മ അങ്ങനെ ആശീർവദിക്കുന്നത് കണ്ടപ്പോ തൽക്കാലം അങ്ങനെ കഴിയില്ലാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ അമ്മേ. അല്ല പ്രമീളെ, നിങ്ങൾ വെറുതെ ടെൻഷൻ ആവൊന്നും വേണ്ട. ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമല്ലേ. പേരൻസ് ആയ നമ്മള് ഇതിലിടപെടേണ്ട യാതൊരു ആവശ്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാ ഞാനും ഇവരോട് ഒരു കാര്യവും ചോദിക്കാൻ നിൽക്കാത്തത്. അവരെ അവരുടെ പാട്ടിന് വിട്ടേക്ക്. നിങ്ങൾ ഒന്ന് സംസാരിക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്താന്ന് വെച്ചാ പരസ്പരം ഇഷ്ടപ്പെട്ടത് അവരല്ലേ. അവരെ നമ്മൾ കൂട്ടിച്ചേർത്ത് കൊടുത്തിട്ടുമുണ്ട്. എന്തായാലും നമ്മുടെ കർത്തവ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞില്ലേ. എന്റെ ആഗ്രഹം നടക്കൂല്ലയോന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. സുഹാസിനി. ഓ അമ്മേ, സോറി. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ അമ്മേ? ഞാന് വേണമെന്ന് കരുതി പറഞ്ഞതല്ല. അമ്മ അങ്ങനെ ആശീർവദിക്കുന്നത് കണ്ടപ്പോ തൽക്കാലം അങ്ങനെ കഴിയില്ലാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ അമ്മേ. അല്ല പ്രമീളെ, നിങ്ങൾ വെറുതെ ടെൻഷൻ ആവൊന്നും വേണ്ട. ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമല്ലേ. പേരൻസ് ആയ നമ്മള് ഇതിലിടപെടേണ്ട യാതൊരു ആവശ്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാ ഞാനും ഇവരോട് ഒരു കാര്യവും ചോദിക്കാൻ നിൽക്കാത്തത്. അവരെ അവരുടെ പാട്ടിന് വിട്ടേക്ക്. നിങ്ങൾ ഒന്ന് സംസാരിക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്താന്ന് വെച്ചാ പരസ്പരം ഇഷ്ടപ്പെട്ടത് അവരല്ലേ. അവരെ നമ്മൾ കൂട്ടിച്ചേർത്ത് കൊടുത്തിട്ടുമുണ്ട്. എന്തായാലും നമ്മുടെ കർത്തവ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞില്ലേ. ഭക്ഷണം ഉണ്ടാക്കി അത് പാത്രത്തിലെടുത്ത് വെക്കാനേ നമുക്ക് കഴിയും. അത് പക്ഷേ കഴിക്കേണ്ടവർ തന്നെയല്ലേ അത് കഴിക്കണമെന്ന് വിചാരിക്കേണ്ടത്. കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കുട്ടികളല്ലേ, നമ്മുടെ വാക്കൊന്നും അവർ കേൾക്കില്ല. നമ്മൾ പറയുന്നതൊക്കെ തെറ്റായിട്ടേ അവർക്ക് തോന്നുള്ളൂ. പക്ഷേ എന്റെ മകൻ ഇവിടുത്തെ ഒരു അംഗമല്ലേ. എന്തൊക്കെ പറഞ്ഞ് അവൻ ഭാര്യയുമായി പിണങ്ങിയിട്ടുണ്ടെങ്കിലും ഈ വീട്ടിലൊരു ഫംഗ്ഷൻ വെച്ച് അവൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അത്രയെങ്കിലും തിരിച്ചറിവുണ്ടല്ലോ എന്നോർത്ത് നമ്മൾ സമാധാനിക്കുക വേണ്ടത്. ഐ റിയലി അപ്രീഷിയേറ്റ് വിക്കി. സുഹാസിനി, നീ വളരെ ലേറ്റ് ആയിട്ട് വന്നിട്ട് വല്ലാതെ ധൃതി കാണിക്കുവാണ്. നീ വന്ന കാര്യം കഴിഞ്ഞെങ്കിൽ നിനക്ക് വീട്ടിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരേണ്ട എന്ന് തോന്നുന്നു. ഒന്ന് സമാധാനിക്കമ്മേ. മനസ്സിൽ എന്തോ ചെറിയൊരു വേദന എനിക്ക് തോന്നിയിരുന്നു. അത് എന്റെ നാവിൽ നിന്ന് അറിയാതെ വന്നു പോയതാ. എന്നാ ശരി പ്രമീളെ, ഞാൻ ഇറങ്ങുക.
പ്രമീള, അവള് പറഞ്ഞതുപോലെ ഒന്നും നടന്നില്ല. മക്കളുടെ ഇടയിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം, അത്രേ ഉള്ളൂ. അത് ചെറിയമ്മേ, അമ്മ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ, അത്ര തന്നെ. അവര് പറഞ്ഞതുപോലെ ഒന്നുമില്ല. കുടുംബമൊക്കെ ആവുമ്പോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൂലേ പ്രമീള? രണ്ടുപേരും വളർന്ന ചുറ്റുപാടൊക്കെ വേറെ വേറെ അല്ലേ? അങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നല്ല ഒത്തൊരുമയുണ്ട്. എന്റെ മോൾക്കാണെങ്കിൽ എലി പോയാലും പുലി പോയ പോലെയാണ് പെരുമാറ്റം. അവള് പറഞ്ഞതുപോലെ ഇവിടെ ഒന്നും നടന്നിട്ടും ഇല്ല, നടക്കുകയില്ല. അതെ ചെറിയമ്മേ, ഇങ്ങനെ വിഷമിക്കല്ലേ. വീട്ടിൽ എന്താ എന്നോട് ക്ഷമിക്കമ്മേ. ഓരോ പ്രശ്നങ്ങളും അതിന്റെ പാട്ടിന് വിട്ടുകഴിഞ്ഞാ അത് തനിയെ സോൾവ് ആയിക്കോളും. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോയിരുന്നെങ്കിൽ ഇപ്പം വിക്കി ആരതി ഒന്നാവുമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് കരുതിയാണോ ഞാൻ ഇങ്ങോട്ട് വന്നത്, അത് ഞാൻ വിചാരിച്ചതിനേക്കാളും ഒക്കെ ഭംഗിയായിട്ട് നടന്നു. എന്തായാലും ഇപ്പൊ പ്രശ്നം വിക്കിയും ആരതിയും തമ്മിൽ മാത്രമല്ല, ആരതിയുടെ ഫാമിലിയും അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. പണ്ടേ മിഡിൽ ക്ലാസ് ഫാമിലിയാ. 3നെ 6 കാണിച്ചു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എനിക്ക് വേണ്ടതും അത് തന്നെയാണല്ലോ. അമ്മേ, നമുക്ക് ഇറങ്ങിയാലോ? ഞാനും നിന്നെ കാത്തിരിക്കരുത് വേദാന്ത്. വരൂ പോവാം. അമ്മു എന്ത് വിചാരിച്ചിട്ടുണ്ടാവൂ എന്തോ. അറ്റ്ലീസ്റ്റ് ഞാൻ ഉമ്മ കൊടുക്കാനാ ഇരുന്നെന്തെങ്കിലും പറയായിരുന്നു. അവൾ അലറി വിളിച്ചപ്പോ എന്റെ ധൈര്യമൊക്കെ ചോർന്നുപോയി. വേദാന്ത്, നീ ആരെയെങ്കിലും അന്വേഷിക്കുകയാണോ? അതെ അമ്മേ. ആരെയാ അന്വേഷിക്കുന്നത്? ഞാനോ? ആരെയാ? ആരെയുമില്ല അമ്മേ. പക്ഷെ ഇപ്പോഴല്ലേ നീ അതേന്ന് പറഞ്ഞത്? അതമ്മേ, മുത്തശ്ശിയും ആദ്യം വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവരെ തിരിച്ചു കൊണ്ടുപോണ്ടെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അമ്മയും വിക്കിയും സിദ്ധാർത്ഥും ആദ്യമൊക്കെ ഒരുമിച്ച് വന്നോളും. നമുക്ക് പോകാം. വേദാന്ത്, വേദ വാച്ച് റൂമിലുണ്ടായിരുന്നു. ഇതാണോ വാച്ച് കാണണമെന്ന് പറഞ്ഞേ അതിഥി ഇത് എടുത്തോണ്ട് പോയിരുന്നു. ചിലപ്പോ റൂമിൽ വെച്ച് മറന്നിട്ടുണ്ടായിരിക്കും അല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ ഗെറ്റിംഗ് ഇറ്റ്. സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞ ഇതാ. നന്നായിട്ട് കള്ളം പറയാൻ അറിയാലോ. വേദാന്ത്, ആമേ ഇറങ്ങാം. കാർ എവിടെ പാർക്ക് ചെയ്തിരിക്കുന്നേ? നമുക്ക് അതിലേ പോവാം. ആരതി, സമാധാനായിട്ടിരിക്കുക ആരതി. എടുത്തി, ഒന്നാമതേ വിക്കിക്ക് എന്നോട് ഇപ്പോൾ ഒട്ടും സ്നേഹമില്ല. ഞങ്ങളുടെ കാര്യം എന്താവോന്ന് ആലോചിച്ച് ഞാൻ വിഷമിക്കായിരുന്നു. പക്ഷെ വിക്കിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് എല്ലാം പഴയതുപോലെ ആവുമെന്ന് ഞാൻ എന്നെ തന്നെ സമാധാനപ്പെടുത്തുമായിരുന്നു.
ഇപ്പോഴാണെങ്കിൽ അമ്മയ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അമ്മയുടെ ആരോഗ്യമാണെങ്കിൽ തീരെ ശരിയല്ല. അമ്മ ഇതോർത്ത് വിഷമിച്ച അച്ഛൻ എന്തായാലും വിക്കിയെ വിളിച്ചിട്ട് എന്താ നടന്നതെന്ന് എന്തായാലും അന്വേഷിക്കും. അങ്ങനെ എങ്ങാണ് സംഭവിച്ച വിക്കി എന്തായിരിക്കും പറയാ? രണ്ട് കുടുംബങ്ങളുടെ ഇടയിൽ വെറുതെ വഴക്കുണ്ടാവുമല്ലോ ഏട്ടത്തി.